ബി ജെ പിയിലെ തൊഴുത്തിൽ കുത്ത് ആരുടെയും പിടിയിലൊതുങ്ങാതെ മുന്നോട്ട് പോവുകയാണ്. ഒട്ടുമിക്ക നേതാക്കന്മാരെ സുരേന്ദ്രനെ വലിച്ച് താഴെയിട്ടിട്ട് സംസ്ഥാന പ്രസിഡന്റ് ആക്കാനുള്ള ചരട് വരിയുമായി നടക്കുന്നു. സംസ്ഥാന പ്രസിഡന്റിൽ താഴെയുള്ള ഒരു സ്ഥാനവും വേണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന പലരും പാർട്ടിയുടെ കേന്ദ്ര സ്ഥാനങ്ങളിൽ ഇരിപ്പുണ്ട്. വർഷങ്ങളോളം സംസ്ഥാന പദവി അലങ്കരിച്ചിട്ട് പിന്നീട് കേന്ദ്രമന്ത്രിയായി നാടുവിട്ട വി മുരളീധരൻ ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ടെന്നാണ് ആവർത്തിച്ച് പറയുന്നത്. എം ടി രമേശിന്റെ പേരാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നതെങ്കിലും ശോഭാ സുരേന്ദ്രൻ ഇടിയോടിടിയാണ്. ഒട്ടുമിക്ക തലമുതിർന്ന നേതാക്കന്മാർക്കും അവരുടെ പേര് ആരെങ്കിലുമൊക്കെ ഒന്ന് പറയണമെന്ന് ആഗ്രഹിച്ചു നടക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി കേരള സംസ്ഥാന പ്രസിഡന്റ് ആകുവാൻ വളരെയേറെ മോഹിച്ച് നടന്നിരുന്ന സന്ദീപ് വാര്യർ അത് നടക്കില്ലെന്ന് ഉറപ്പായതുകൊണ്ടാണ് പുറത്തു ചാടിയത്. ഇതിനിടെ അന്യ പാർട്ടികളിൽ നിന്നും കുടിയേറിയ പലരും മുൻപ് പ്രവർത്തിച്ചിരുന്ന പാർട്ടിയിലെ സീനിയോറിറ്റി വെച്ചും പ്രവർത്തന പാരമ്പര്യം വെച്ചും അവകാശവാദം ഉന്നയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനികൾ കർഷക പാർട്ടിയിൽ നിന്നും ബി ജെ പിയിലേക്ക് കുടിയേറിയ ചിലരാണ്. പാർട്ടിയെ നയിക്കാനുള്ള തന്ത്രങ്ങൾ തങ്ങൾക്ക് വശമാണെന്നാണ് അവർ പറയാതെ പറഞ്ഞു വെക്കുന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കറെ ചുറ്റിക്കറങ്ങാൻ തുടങ്ങിയിട്ട് കുറേയേറെ നാളായി. ഇതിനിടെ സുരേന്ദ്രനെ രാജ്യസഭയിൽ എത്തിച്ച് കേന്ദ്ര മന്ത്രിസ്ഥാനം നൽകി വാഴിക്കാൻ ഒരു നീക്കം നടക്കുന്നുണ്ട്. ഇന്നത്തെ നിലയിൽ ക്രിസ്ത്യൻ സഭകളുമായി അടുക്കുവാൻ വേണ്ടി ഒരു ക്രിസ്ത്യാനി തന്നെ ആവണം സംസ്ഥാന പ്രസിഡന്റ് എന്ന ആശയം കുറച്ചു നാളായി ചുറ്റിക്കറങ്ങുന്നുണ്ട്. അങ്ങനെ വന്നാൽ അതിന് യോഗ്യനായ ജോർജ് കുര്യനെ സംസ്ഥാന പ്രസിഡന്റാക്കി മുൻപ് പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സുരേന്ദ്രനെ കേന്ദ്രമന്ത്രിയാക്കാനുള്ള സാധ്യതയാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. ആര് പ്രസിഡന്റായി വന്നാലും ബി ജെ പിയുടെ കേരളത്തിലെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. ഒന്നിനൊന്നിനെ കാണാൻ മേലാത്ത ഈ അവസ്ഥയിൽ സുരേന്ദ്രൻ ചെയ്തതിൽ കൂടുതലായി ഒന്നും ചെയ്യുവാനുള്ള ഒരു സാഹചര്യവും കേരളത്തിൽ ഇന്ന് നിലവിലില്ല. ആരൊക്കെ ഏതെല്ലാം രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയാലും സുരേന്ദ്രന്റെ കാലഘട്ടത്തിൽ ബി ജെ പി കേരളത്തിൽ ഭരിച്ച 20% വോട്ട് ഷെയർ എന്ന കണക്കിന് അപ്പുറത്തേക്ക് പോകാൻ കൊള്ളാവുന്ന ഒരു നേതാവും ഇന്ന് കേരളത്തിലെ ബി ജെ പിയിൽ ഇല്ലെന്നുള്ളത് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ്.